നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ടൊമാറ്റോ സോസിൻ്റെ സെയിം ടേസ്റ്റ് നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയാലും കിട്ടും. അതിന് ഞാൻ ഈ പറയുന്നത് പോലെ ചെയ്യുക. അപ്പോൾ വരൂ, വീഡിയോയിലേക്ക് പോകാം. എല്ലാവർക്കും നമസ്തേ. ദീപാലക്ഷ്മി ടോക്സിലേക്ക് സ്വാഗതം. 1 കിലോ തക്കാളിയാണിത്. ഇത് അരമണിക്കൂർ മഞ്ഞൾ വെള്ളത്തിൽ മുക്കി വെച്ച് വീണ്ടും നന്നായി കഴുകി ഇതുപോലെ അരിഞ്ഞ് കുക്കറിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലോട്ട് വേവിക്കുക. അതിന് മുന്നേ അതിനകത്തേക്ക് നമുക്കൊരു ചെറിയ കഷ്ണം ഇഞ്ചി, 4 വെളുത്തുള്ളി, ഒരു മീഡിയം സൈസ് സവാള, 3-4 ഗ്രാമ്പു ഇവയെല്ലാം കൂടെ ഒരു നീറ്റാക്കി വെച്ച തുണിയിൽ നമുക്ക് കെട്ടിവെക്കാം. അതിന് മുന്നേ ഒരു ഏലക്ക പൊളിച്ച് അതിൻ്റെ 2-3 തരിയും ഇട്ട് ഇതുപോലെ കെട്ടി ഏത് പാത്രത്തിലാണോ വെക്കുന്നത് അതിനകത്തോട്ട് വെക്കുക. ഇതിലേക്കൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. ഒരുപാട് വെള്ളം ഒഴിക്കല്. എന്നിട്ടത് വേവിക്കുക. നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലിട്ട് അരയ്ക്കാം. അതിന് മുന്നേ നമ്മൾ ആ ഇട്ട കിഴി എടുത്ത് മാറ്റി വയ്ക്കുക. ഈ അരച്ച മിശ്രിതം നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. കണ്ടോ, ഇതുപോലത്തെ ഒരു അരിപ്പയാണെങ്കിൽ നമുക്ക് അധികം എഫേർട്ട് എടുക്കാതെ അരച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ ഏകദേശം നമ്മൾ അരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, ഒരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇടണം. ചില തക്കാളിക്ക് പുളി കൂടുതലായിരിക്കും, അപ്പോൾ അതനുസരിച്ച് പഞ്ചസാര ആഡ് ചെയ്യുക. 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇതേ സെയിം സ്പൂണിൽ ഒരു 1.5 ടീസ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച കിഴി ഒന്നുകൂടെ ഒന്ന് പിഴിഞ്ഞ് അതിൻ്റെ അകത്ത് സത്തെല്ലാം അങ്ങോട്ടൊന്ന് ഇടുക. ഇതിങ്ങനെ ഇടുവാണെങ്കിൽ നമുക്ക് ഇതെല്ലാം കൂടെ അരച്ചാൽ അതിൻ്റെ ആ ടേസ്റ്റ് വരും. അതിനേക്കാൾ നല്ലത് ഇങ്ങനെ കിഴി കിട്ടിയിടുവാണെങ്കിൽ അധികം ആ ഒരു ടേസ്റ്റ് വരുവില്ല സവോളയുടെയും ഗ്രാമ്പൂവിൻ്റെയും ഒന്നും. അതൊരു മീഡിയം ലെവലിൽ അങ്ങ് നിന്നോളും. എന്നിട്ട് നമ്മളിങ്ങനെ കൈ വിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ആദ്യം തീ കൂട്ടി വെച്ചൊന്ന് വേവിക്കുക. തിളയാവുന്നത് കാണുമ്പോൾ തീ കുറച്ച് വെച്ച് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഏകദേശം ഈ ഒരു പരുവമാകുമ്പോഴത്തേക്കിന് ഇത് പാകമായെന്നാണ് അർത്ഥം. ഇതിങ്ങനെ പൊട്ടി തെറിക്കാൻ തുടങ്ങും. കണ്ടോ? ഇനി ഇത് ഒരു ചെറിയൊരു വെള്ള പ്ലേറ്റിലേക്ക് ഇത് ഒരു ഡ്രോപ്പ് ഒന്ന് ഇട്ടിട്ട് ഇങ്ങനെ കുനിച്ച് വെച്ച് നോക്കണം. അപ്പോൾ അത് താഴേക്ക് അതിൻ്റെ വെള്ള ലിക്വിഡ് ഇങ്ങനെ വരുന്നില്ല എങ്കിൽ ഇത് കറക്റ്റ് പാകമായെന്നർത്ഥം. ഇനി ഇത് ആറിയ ശേഷം നല്ല ക്ലീൻ ആക്കിയ ഒരു ബോട്ടിലേക്ക് ഇത് ഇട്ട് ഫ്രിഡ്ജിൽ തന്നെ വെച്ച് സൂക്ഷിക്കണം. കാരണം നമ്മൾ ഇതിനകത്ത് പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർത്തിട്ടില്ല, അതുകൊണ്ട് അഴുക്കായി പോകും. അതുകൊണ്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. എല്ലാവർക്കും എൻ്റെ നമസ്തേ.